ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ ബാഗ് കണ്ടാൽ തോന്നുന്നു ഞാൻ എവിടെയെങ്കിലും പോകുമായിരിക്കുന്നു. ഞാനങ്ങ് പോകുമല്ല, പോയിട്ട് വരുവാണ് കേട്ടോ. ഞാനൊരു രണ്ട് മാസം മുമ്പ് മഴവിൽ മനോരമ എന്ന ചാനലിലേക്ക് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലേക്ക് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓഡീഷനിൽ പങ്കെടുത്തിട്ട്. അപ്പോൾ അവർ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ട്. ഞാനിതുവരെയും ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ അഭിനയമായിട്ട് ബന്ധപ്പെട്ടൊരിതോ എനിക്ക് ഇല്ല, ബാക്ക്ഗ്രൗണ്ടിലില്ല. അപ്പോൾ ഞാനിത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലാതെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്നു ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എല്ലാവർക്കും എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഓവറോൾ ഓക്കെ ആയിരുന്നു, എൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് ഈ ഒരു സാധനം ഇത് ഈ ഒരു സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെൻ്റാണ്. എന്താ പറയുക, നീ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള ഈ ഒരു ടാഗിലെ അല്ലെങ്കിൽ മഴവിൽ മനോരമ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ചിലപ്പോൾ ഷെയ്ക്ക് ഉണ്ടാവും, ചിലപ്പം വോയിസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. ലൈവായിട്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഡബ്ബിംഗ് ഒന്നുമില്ല. ഇപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് സെലിബ്രിറ്റികളെ കാണാൻ പറ്റി. സെലിബ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പർച്ചിരി വഴി ഫ്രെയിമിലുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അവരൊന്നും ഒരു ജാടയോ ഒന്നുമില്ലാതെ എൻ്റെ അടുത്ത് വരികയും എന്നോട് വിശേഷങ്ങൾ ചോദിക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയില്ല, നമ്മൾ വിചാരിക്കുന്നത് ഇവരൊക്കെ ഇത്ര വലിയ ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ, നമ്മുടെ അടുത്ത് വരുമോ, നമ്മളോട് സംസാരിക്കുമോ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ, അങ്ങനെ ഒരു ചിന്തയിലൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. നമുക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എനിക്കറിയില്ല. പക്ഷേ അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ വളരെ വ്യത്യാസമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അവർ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ പുതിയതാണെന്നോ അല്ലെങ്കിൽ ഇവൻ ആരാ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ എല്ലാവരും, ഇപ്പോൾ ഷൈജു ചേട്ടൻ, എൻ്റെ നാട്ടുകാരൻ ഷൈജു അടിമാലി, പുള്ളിക്കാരനായാലും എല്ലാവരും കേട്ടോ, ഒരാളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും തന്നെ നല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ഒരു കാര്യം, ഈ ഒരു ടാഗ് നിങ്ങളെ കാണിക്കാനും എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നാ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത് എനിക്കറിയില്ല. യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ലിങ്ക് ഷെയർ ചെയ്യാം. എനിക്കറിയില്ല, മഴവിൽ മനോരമയുടെ ചാനലിൽ മിക്കവാറും ഇടുമായിരിക്കും. എപ്പോഴാണ് ഇടുന്നതെന്നറിയില്ല. ഇടുന്ന മുറ ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സീ യു അഗെയിൻ. താങ്ക് യു.